ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മോക്ഷത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. പുലാപ്പറ്റയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്, പാലക്കാട് ജില്ലയില്. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ തണുത്ത് പറിച്ചിട്ടാട്ടോ ഞാനും അതൊക്കെ ബാക്കിൽ ഇരുന്നായിരുന്നത്, 2 വീലറിൽ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിലെത്തി. 3000 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ക്ഷേത്രത്തെ കുറിച്ചിട്ട് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് മുട്ടറുത്ത് ഫലം പറയല്. അതായത് നമ്മള് തേങ്ങയൊക്കെ മുട്ടറക്കുമല്ലോ, ആ തേങ്ങ മുട്ട അറുത്തിട്ട് അത് കറക്റ്റായിട്ട് അതിന്റെ ഫലം പറഞ്ഞു തരും ഇവിടുത്തെ തിരുവേലി. അപ്പൊ അത് വളരെ പ്രശസ്ത ആയതുകൊണ്ട് തന്നെ പല ജില്ലകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഭഗവാനെ തൊഴുത് ഭഗവാന്റെ പ്രസാദമൊക്കെ വാങ്ങിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ച് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങള് പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അവിടെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത്, അമ്പലത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം മുട്ട എടുത്തിട്ട് ഫലം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇരുന്നു. ഒരു 40ാമത്തെ ടോക്കനാട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരം ഇരുന്നു അവിടെ. ഒരുപാട് പേര് അതിനു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 100-ലധികം പേര് ഇതിനു വേണ്ടിയിട്ട് ടോക്കൺ എടുത്തിട്ട് അവിടെ വെയിറ്റിംഗിലായിരുന്നു. അങ്ങനെ ഒരു 12 മണി ആയപ്പോൾ നമ്മുടെ ടോക്കൺ വിളിച്ചു. അതനുസരിച്ച് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് തിരുമേനി പറയുന്നതെല്ലാം കേട്ട് ഭഗവാനെ തൊഴുത് നമ്മൾ വീണ്ടും തൃപ്തിയോടുകൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പോകുന്നതിന് മുമ്പ് നമ്മുടെ ജന്മനക്ഷത്രത്തിന്റെ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ ആ വൃക്ഷത്തിന് നമ്മൾ പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനും എൻ്റെ ഏട്ടനും അതും കൂടിയിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വിശേഷം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.